Hello all, welcome to the video. In this video, we'll be discussing about dissociative amnesia. Okay, this is the second type of dissociative disorder. So let's see the definition of dissociative amnesia. It is a condition in which a person cannot remember important information about his or her life. This forgetting may be limited to certain aspects, certain specific areas like thematic, or may include much of the person's life history and or identity. അംനീഷ്യ നമ്മൾ ലാസ്റ്റ് DID പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. അംനീഷ്യ പല ഡിസോർഡേഴ്സിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് PTSD കൂടെ വരുന്ന ഒന്നാണ്. പക്ഷേ ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒരു മെൻ്റൽ ഡിസോർഡറും അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ PTSD സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയഗ്നോസിസ് മാറും അവിടെ. ഓക്കെ, ആൻഡ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് പേഴ്സൺ കനോട്ട് റിമെമ്പർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് ഓർ ഹെർ ലൈഫ്. ഓക്കെ, ആ ട്രോമാറ്റിക് ഈവൻറ്റ് റിലേറ്റഡും ആവാം. ആൻഡ് ദിസ് ഫോർഗെറ്റിംഗ് മേ ബി ലിമിറ്റഡ് ടു സർട്ടൻ സ്പെസിഫിക് ഏരിയാസ്. ചില പ്രത്യേക ഇമേജസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിലുള്ള നടന്ന ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അത് മാത്രമായിരിക്കും ചിലപ്പം ഇതുപോലെ ഫോർഗെറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെർ ആർ ടൈപ്സ് ഓഫ് അംനീഷ്യാസ്. വി ഹാവ് ലോക്കലൈസ്ഡ് അംനീഷ്യ, a failure to recall events during a restricted period of time. Localized amnesia may be broader than amnesia for a single traumatic event. ചിലപ്പം ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അംനീഷ്യയാണ് ലോക്കലൈസ്ഡ് അംനീഷ്യ. ചില ഒരു പ്രത്യേക പീരീഡിലുള്ള കാര്യം മാത്രം ഓർമ്മയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഭയങ്കര വലിയ വാർ നടന്നു, അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് നടന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു മാസം മാത്രം ഓർമ്മയില്ലാതിരിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തത് മാത്രം ഓർമ്മയില്ലാതിരിക്കുക. ലോക്കലൈസ്ഡ് റെസ്ട്രിക്റ്റഡ് പീരിയഡ് ഓഫ് ടൈമിലുള്ളത് മാത്രം ഓർമ്മയില്ലാത്ത അവസ്ഥ. We have selective amnesia. The individual can recall some of the events during a circumscribed period of time. Thus, the individual may remember part of a traumatic event but not other parts. Selective amnesia എന്ന് പറഞ്ഞു കഴിയുമ്പം ആ ഒരു ഇവൻറ്റിൻ്റെ മെയിൻ പാർട്സ് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ വേറെ പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ, ആൻഡ് ചില ഇപ്പം ഈ ലോക്കലൈസ്ഡ് അംനീഷ്യ ആൻഡ് സെലക്റ്റീവ് അംനീഷ്യ കുറച്ചൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ. ചില ആൾക്കാർ രണ്ടും ഒരേ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ലോക്കലൈസ്ഡ് അംനീഷ്യയും സെലക്റ്റീവ് അംനീഷ്യയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ലോക്കലൈസ്ഡ് അംനീഷ്യയിൽ ഒരു പീരീഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് സെലക്റ്റീവ് അംനീഷ്യയിൽ ഒരു സ്പെസിഫിക് ഈവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രോമാറ്റിക് ഈവൻറ്റിന് ഏതെങ്കിലും ഒരു പാർട്ട് അങ്ങനെയൊക്കെയാണ് മറന്നു പോകുന്നത്. Then we have generalized amnesia, a complete loss of memory for one's life history. ഇത് റെയർ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് അംനീഷ്യയാണ്. അത് ഫുള്ളായിട്ട് മറന്നു പോകുന്നത്. കംപ്ലീറ്റ് ലോസ് ഓഫ് മെമ്മറി ഫോർ വൺസ് ലൈഫ് ഹിസ്റ്ററി. Individuals with generalized amnesia may forget personal identity, some lose previous knowledge about the world, and can no longer access well-learned skills. അപ്പം അതിന് മുന്നേ പഠിച്ചിരിക്കുന്ന സ്കിൽസ്, ഇപ്പോൾ റീഡിങ് ആവാം, റൈറ്റിംഗ് ആവാം, സ്കില്ല് വരെ മറന്നു പോകുന്നൊരവസ്ഥ. ആൻഡ് ഒരു വേൾഡിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നത്, അവരാരാണ്, അവരുടെ ഐഡൻറ്റിറ്റി വരെ മറന്നു പോകുന്നത്. ഇത് റെയർ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് അംനീഷ്യയാണ് ജനറലൈസ്ഡ് അംനീഷ്യ. Then we have systematized amnesia. The individual loses memory for a specific category of information.
ഫോർ എക്സാമ്പിൾ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്ത മെമ്മറീസ് മാത്രം ഓർമ്മയില്ല, അങ്ങനെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് മാത്രം ഓർമ്മയില്ല. Then continuous amnesia, an individual forgets each new event as it occurs. പുതിയ ഇവൻറ്റ്സ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ഇവൻറ്റ്സ് എല്ലാം പെട്ടെന്ന് മറന്നു പോവാം. Now let's see the diagnostic criteria to diagnose the dissociative amnesia. Criteria A, an inability to recall important autobiographical information, usually of a traumatic or stressful nature, that is inconsistent with ordinary forgetting. ഏറ്റവും ആ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള, അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, മന്ത്, ഇയർ, അങ്ങനത്തെ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ. ഓക്കെ, പക്ഷെ അത് സാധാരണ രീതിയിൽ അത്ര ഈസി ആയിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കില്ല. ഓക്കെ. ആൻഡ് ബി, the symptoms cause clinically significant distress or impairment in social, occupational and other important areas of functioning. ഈ ഒരു സിംറ്റംസ് എന്ന് പറയുന്ന ആളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ് എല്ലാം എഫക്റ്റഡ് ആയിരിക്കണം. ഓക്കെ. The disturbance is not attributable to the physiological effects of a substance or other medical condition. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏത് മെൻ്റൽ ഡിസോർഡർ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൈറ്റീരിയ അതിലുണ്ടാവും. എപ്പോഴും വന്നിരിക്കുന്ന സിംറ്റംസ് ബാക്കി ഡിസോർഡേഴ്സിൻ്റെ അടുത്ത് നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കാരണം ഇതിലെല്ലാം സിംറ്റംസ് ഓവർലാപ്പിംഗ് ആയിരിക്കും, സെയിം സിംറ്റംസ് കാണിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇത് ഏതാണെന്നുള്ളത്. എന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറയുമ്പം, ഡിസോസിയേറ്റീവ് അംനീഷ്യ അല്ല, അംനീഷ്യ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും, ന്യൂറോ ബയോളജിക്കൽ റീസൺസ് ഉണ്ടാവും, ഹെഡ് ഇഞ്ചുറി. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ന്യൂറോ ബയോളജിക്കൽ ഇഷ്യൂ ഇല്ല, ഇത് പ്യുവർലി സൈക്കോളജിക്കലാണ്. ഓക്കെ. അപ്പം സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻ കൊണ്ടാവാം, അതല്ലെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട്, ലൈക്ക് പാർഷ്യൽ കോംപ്ലെക്സ് സീജേഴ്സ്, ദെൻ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനീഷ്യ, സെക്വലേ ഓഫ് എ ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി, ദെൻ ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂറോളജിക്കൽ കണ്ടീഷൻ കൊണ്ടൊക്കെയും ഇതുപോലെ അംനീഷ്യ വരാം. അപ്പോൾ അതൊന്നും അല്ല എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദെൻ ക്രൈറ്റീരിയ ഡി, the disturbance is not better explained by dissociative identity disorder, PTSD, acute stress disorder, somatic symptom disorder or major or mild neurocognitive disorder. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു ഡിസോസിയേറ്റീവ് അംനീഷ്യ വേറെ പല ഡിസോർഡേഴ്സിനെയും കൂടെ ഒരു സിംറ്റമായിട്ട് കാണുന്നത് കൊണ്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ഡയഗ്നോസിസ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു ഡിസോർഡറിൻ്റെയും സിംറ്റംസ് കാണിക്കാൻ പാടില്ല, ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പാടില്ല. Okay, and also there is a specifier for dissociative amnesia. അതിൻ്റെ കൂടെ ഡിസോസിയേറ്റീവ് ഫ്യൂഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഡിസോസിയേറ്റീവ് അംനീഷ്യ വിത്ത് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. ആ സ്പെസിഫയർ അവിടെ കൊടുക്കണം. ഇനി ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അയാൾ പെട്ടെന്ന് അയാൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്, വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ വേറൊരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നു. അത് ഓരോ സ്ഥലത്ത് ഓരോ ഐഡൻറ്റിറ്റി, ഓരോ ലൈഫായിരിക്കും. ആൻഡ് പെട്ടെന്നായിരിക്കും ആളിപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആൾക്ക് അവിടെ നിന്ന് പോകണം തോന്നി അപ്പം തന്നെ അയാൾ പോയിട്ട് വേറെ സ്ഥലത്ത് വേറെ ഐഡൻറ്റിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ആ പഴയ ഐഡൻറ്റിറ്റി ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ with dissociative fugue ആണെന്നുണ്ടെങ്കിൽ ഇവിടെ apparently purposeful travel or bewildered wandering that is associated with amnesia for identity or for other important autobiographical information. ഇവിടെ അംനീഷ്യയിൽ ഈ ആൾക്ക് ഐഡൻറ്റിറ്റി പ്രശ്നമാണ്, അയാൾക്ക് ഓർമ്മയില്ല അയാളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മെയിൻ ആയിട്ടുള്ളൊന്നും അയാൾക്ക് ഓർമ്മയില്ല. ഇപ്പം ഡിസോസിയേറ്റീവ് ഫ്യൂഗിലുള്ള പോലെ ട്രാവലിംഗ് ആണ് ഇവിടെ, ബട്ട് പേർപ്പസ്ഫുൾ ആണ്, പേർപ്പസ്ഫുൾ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട്
Here it is associated with amnesia for identity or for other important autobiographical or personal information. Okay. Then ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഡിസോസിയേറ്റീവ് അംനീഷ്യ പറഞ്ഞ ചില ഇൻഫർമേഷൻ മറന്നു പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി സക്സസ്ഫുള്ളി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ആൻഡ് ഓർഡിനറിലി വുഡ് ബി റെഡിലി റിമെമ്പേർഡ്. സാധാരണ രീതിയിൽ അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം ആൻഡ് അത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം. അതായിരിക്കണം മറന്നു പോവുക എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനത്തെ കേസ് ആവുന്ന സമയത്ത് അത് റിവേഴ്സിബിൾ ആണ്. ഇത് ഈ ഒരു സൈക്കോളജിക്കൽ റീസൺ കൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് റിവേഴ്സിബിൾ. നേരെ മറിച്ച് ന്യൂറോ ബയോളജിക്കൽ കോഴ്സ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെമ്മറി തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ആൻഡ് ഡിസോസിയേറ്റീവ് അംനീഷ്യ ഇസ് എ റെയർ ഡിസോർഡർ. ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി റെയർ. It affects about 1% of men and 2.6% of women in the general population. The environment also plays a role. Rates of dissociative amnesia tend to increase after natural disasters and during the war. And dissociative amnesia has been observed in young children, adolescents and adults. So ഭയങ്കര റെയർ ആണ്. റേറ്റ് അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇപ്പം എന്തെങ്കിലും വലിയ വാറോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡിസോസിയേറ്റീവ് അംനീഷ്യൻ്റെ റേറ്റ് കൂടാറുണ്ട് ആ ഒരു സമയത്ത്. ഈവൻ PTSD ആണെങ്കിലും ഇതുപോലെ നാച്ചുറൽ കലാമിറ്റീസും വാറൊക്കെ വരുന്ന സമയത്ത് കുറേ പേർക്ക്, നമ്മളിപ്പോൾ റീസെൻ്റ്ലി അവെയർ ആയിട്ടുള്ള കാര്യമാണല്ലോ, ഒരുപാട് ഇങ്ങനത്തെ വാർ കൺട്രീസിലും പിന്നെ നമ്മുടെ ഫ്ലഡ് വന്ന സമയത്തൊക്കെ PTSD ഒക്കെ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് വൈസ് ഇങ്ങനത്തെ ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റീസും വാറൊക്കെ ഉള്ള കൺട്രിയിലുള്ള ആളുകളാണെങ്കിൽ. ഇനി കോസസ് ഓഫ് ദിസ് ഡിസോർഡർ: സിംഗിൾ ഓർ റിപ്പീറ്റഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, ഫോർ എക്സാമ്പിൾ വാർ, ചൈൽഡ്ഹുഡ് maltreatment, natural disaster, internment in concentration camps, genocide. Then dissociative amnesia is more likely to occur with a greater number of adverse childhood experiences, particularly physical and or sexual abuse. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Then interpersonal violence, increased severity, frequency and violence of the trauma. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. മെയിനായിട്ടും ചൈൽഡ്ഹുഡ് അബ്യൂസും പിന്നെ ഫിസിക്കൽ ചൈൽഡ്ഹുഡ് അബ്യൂസ് which can be physical or sexual, interpersonal abuse ആയിക്കോട്ടെ, അതുപോലെ എത്രത്തോളം ട്രോമാറ്റിക് ആവുന്നു, എത്രത്തോളം വയലൻസ് ഇൻവോൾവ് ആണ് എന്നൊക്കെ ഉള്ളതും എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു റീസണാണ്. ഓക്കെ. അതുപോലെ ഈ ഒരുപാട് നാൾ ജയിലിലൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കഴിയുന്ന ആൾക്കാരാണെന്നെങ്കിലും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ഇനി ജനറ്റിക് ഫാക്ടേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരുപാട് സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. ഒന്നാമത് ഇത് റെയർ ഡിസോർഡർ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൂഫൊന്നും ഇല്ല ജനറ്റിക് സ്റ്റഡീസ് ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ എന്നിരുന്നാലും പറയുന്നത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് കൂടുതലാണ് എന്നാണ്. പക്ഷെ അധികം സ്റ്റഡീസ് ഒന്നും നടക്കാത്തൊരു ഏരിയയാണ്. നൗ ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് we'll see treatment goals. To relieve symptoms, to make sure that the patient and those around him or her are safe, to reconnect the person with his or her lost memories. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി DIDയിൽ പറഞ്ഞ പോലെ സിംറ്റംസ് റിലീവ് ചെയ്യുക എന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് ഗോളാണ്. അതുപോലെ പേഷ്യൻറ്റിന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും സേഫ് ആയിരിക്കണം. പിന്നെ ഇവിടെ പുതിയതായിട്ടുള്ളതെന്ന് വെച്ചിട്ട് മെമ്മറീൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ആ ലോസ്റ്റ് മെമ്മറീസൊക്കെയും തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിന് എലിവേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓൾസോ എയിംസ് ടു ഹെൽപ്പ് ദ പേഴ്സൺ സേഫ്ലി ഡീൽ വിത്ത് ആൻഡ് മാനേജ് പെയിൻഫുൾ ഇവൻറ്റ്സ്. ഓൾറെഡി പറഞ്ഞ പോലെ പെയിൻഫുൾ ഇവൻ്റ് ആണ് ഇതിന് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതും അതിനെ മാനേജ് ചെയ്യാന്നുള്ളതുമാണ് മെയിൻ. ആൻഡ് അത് ശേഷം കോപ്പിംഗ് സ്കിൽസ്
ടീച്ച് ചെയ്യുന്നു, ലൈഫ് സ്കിൽസ് ടീച്ച് ചെയ്യുന്നു. Okay, and get back to functioning as well as possible and improve relationships. Okay, that in normal functioning achieve ചെയ്യുക, അതുപോലെ റിലേഷൻഷിപ്സ് എഫക്റ്റഡ് ആയിരിക്കും, അത് ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. Then most cases of dissociative amnesia last less than a week. Severe cases are treated by providing a safe environment free of threatening stimuli which may be enough for memories to return. ചില കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിനുള്ളിൽ തന്നെ ഈ ഒരു സിംറ്റംസ് ഒക്കെ കുറയും. ആൻഡ് വേറെ സിവിയർ കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ വൺ വീക്കിനുള്ളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കൊടുക്കുക. അതായത് ഓൾറെഡി ത്രെറ്റൻഡ് ആയിട്ടുള്ളൊരു സ്റ്റിമുലൈ അവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടും കാമായിട്ടൊരു എൻവയോൺമെൻറ്റിൽ കൊണ്ടുപോയിട്ട് ദേ ആർ ബീങ് പ്രൊട്ടക്റ്റഡ് ബൈ സംവൺ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ആ ഒരു മെമ്മറീസിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് വെൻ മെമ്മറീസ് റിട്ടേൺ, psychotherapy should be used to identify and discuss events that triggered the dissociative amnesia and to explore effective coping mechanisms. And memories വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സൈക്കോതെറാപ്പിയാണ് മെയിനായിട്ട് എല്ലാ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൻ്റെയും ഒരു പ്രൂവൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ യാ, അപ്പോൾ അത് സൈക്കോതെറാപ്പി വെച്ചിട്ടാണ് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മെമ്മറി വന്നതിന് ശേഷം, ഏത് മെമ്മറിയാണോ ലോസ് ആയി പോയത് അത് വന്നതിന് ശേഷം ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏത് ഈവൻ്റ് ആണ് ഈ ഡിസോസിയേറ്റീവ് അംനീഷ്യനെ ട്രിഗർ ചെയ്തതെന്നുള്ളത് ആ പേഷ്യൻറ്റ് വഴി തന്നെ, ഇൻഡിവിജ്വൽ വഴി തന്നെ മനസ്സിലാക്കണം ക്ലിനിഷ്യൻ. ആൻഡ് ദെൻ ഹെൽപ്പ് ഹിം ടു എക്സ്പ്ലോർ effective coping mechanism. Then chronic amnesia refers to longer term amnesia. Long term psychotherapy is the recommended treatment and medication to address the amnesia is not recommended. Already പറഞ്ഞു കഴിഞ്ഞു, മെഡിക്കേഷൻ ഇല്ല ഇതിന്. അപ്പോൾ പിന്നെ അധികം നാൾ നീണ്ടു നിൽക്കുന്ന ലോങ് ടേം ക്രോണിക് അംനീഷ്യ ആണെന്നുണ്ടെങ്കിൽ അതിനും സൈക്കോതെറാപ്പി തന്നെയാണ്, പക്ഷേ അത് കൂടുതൽ ടൈം എടുക്കും എന്നുള്ളതാണ്. And it should aim to help process and integrate the traumatic and dissociative material. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. And hypnosis maybe is the process of walking through. ഹിപ്നോസിസും ഇതേപോലെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഈവൻറ്റ്സ് അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈക്കോതെറാപ്പിയിലാണെങ്കിൽ ആ ട്രോമാറ്റിക് ഈവൻറ്റും ആ ട്രോമാറ്റിക് ഈവൻറ്റിനെ കൺഫ്രണ്ട് ചെയ്തിട്ട് ആ പേഴ്സണുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പെയിൻഫുൾ ഈവൻറ്റ് ഇനി ഇല്ല എന്നുള്ള കാര്യം അയാളെ റിയലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, that's a small goal that comes in this therapy, psychotherapy. Okay, that's all for today's class. Thank you so much.